എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അതിന്റെ തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞതാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് 2021 ചോദിച്ചിട്ടുള്ള നീറ്റിന്റെയും കീമിന്റെയും ജെഇയുടെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഇത്രയും 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഇതിനകത്ത് ഡൈവേർഷൻസ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻസിന്റെ പറയുക, അതിന്റെ ആൻസർ മാത്രം പറഞ്ഞു പോകും. ഓക്കെ, the first question നോക്കാം. A screw gauge gives the following reading when used to measure the diameter of a wire. Main scale reading is equal to 0 millimeter, circular scale reading is equal to 52 divisions. Given that 1 millimeter on the main scale corresponds to 100 divisions on the circular scale, the diameter of the wire from the above data is. നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ സാധാരണ ഇക്വേഷൻ PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ഇക്വേഷൻ. ഇവിടെ കറക്ഷനെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധേടാകേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് PSR തന്നിരിക്കുന്നത് 0 ആണ്, 0 റീഡിംഗ്. HSR 52 ഡിവിഷൻസ് ആണ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അതിനുള്ള ടൈമാണ് തേർഡ് പാരഗ്രാഫ് തന്നിരിക്കുന്നത്. അതാണ് 1 millimeter corresponds to 100 divisions. That is, it is equal to 0.01 millimeter. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 52 into 0.01 millimeter. Therefore, answer is equal to 0.52 millimeter. പക്ഷെ നമ്മൾ ആൻസർ നോക്കുമ്പോൾ 0.52 സെന്റിമീറ്റർ ഉണ്ട്. ഇതില്ല പോയിന്റ്. അപ്പോൾ മില്ലിമീറ്റർ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റിയാൽ 0.052 സെന്റിമീറ്റർ. Therefore, this is the answer. This is the first question. Okay. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ഇ ജി റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് എനർജി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആൻഡ് ദെൻ ഇ ബൈ ജി ഹാസ് ദ ഡയമെൻഷൻ ഓഫ്. അപ്പൊ നമ്മൾ ആദ്യമേ അറിയേണ്ടത് ഇയുടെ ഡയമെൻഷൻ അറിയാം. ഇ ഇസ് എനർജി ആയതുകൊണ്ട് അത് നോർമലി ml²T⁻²-2. പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഡയറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G is equal to FR² divided by M1 M2 എന്ന് പറഞ്ഞ ഇക്വേഷൻ. F is equal to G M1 M2 divided by R² എന്ന് കണ്ടുപിടിക്കുക. That is equal to ml_T⁻² into L² divided by M². ഒരു M ക്യാൻസൽ ആയി. That is m⁻⁻1. ഇതും കൂടെ L3. That is, this is the ഇത് ഡയറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. That is equal to m⁻⁻1 L3/T⁻². E by G യുടെ ഡയമെൻഷൻ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. E divided by G എടുക്കുന്ന സമയത്ത് m/m⁻⁻1 that is m². L² L3 കൂടെ ക്യാൻസൽ ആയി ഡിനോമിനേറ്ററിൽ L വരും. അത് മുകളിൽ പോകുമ്പോൾ L⁻⁻1. T രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. Therefore, T⁻0. Therefore, answer is equal to m² L⁻⁻1 T⁻0. Therefore, answer is A. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. Then question number 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The force, acceleration and time are chosen as the fundamental physical quantities. Find the dimension of energy. എനർജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതുക ml⁻². Then ആക്സലറേഷന്റെ ഡയമെൻഷൻ എഴുതുക. ആക്സലറേഷൻ ഡയമെൻഷൻ L⁻². അത് കഴിഞ്ഞ ടൈമിന്റെ ഡയമെൻഷൻ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു T. ഇത് മൂന്നും കൂടെ ഇനി നമുക്ക് എനർജിയുടെ ഡയമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എനർജിയുടെ ഡയമെൻഷൻ കൂടി എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ml²T⁻². ഇതാണ് ഡയമെൻഷൻ. നമുക്ക് വേണ്ടുന്ന ഇത്രയുമാണ്. ഇവരെ 3 പേരെയും കൂടി എന്ത് ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എഫിനെ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് M വേണം, L² വേണം. ഞാൻ അതുകൊണ്ട് എഫും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. F into A is equal to ml²T⁻⁻4 എന്ന് കിട്ടും. ml²T⁻⁻. പക്ഷെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? അവിടെ T⁻⁻4ന്റെ ആവശ്യമില്ല. T⁻⁻2 മതി. അപ്പോൾ നമുക്ക് T⁻⁻2നെ കളയാൻ എന്ത് ചെയ്യുന്നു? ഞാൻ A² കൊണ്ട് പിന്നെ T² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് FAT² is equal to ml²T⁻⁻4 into T². That is, it is equal to ml²T⁻⁻2 which is equal to energy, or energy is equal to FAT². This is the dimension of energy. Therefore, answer is equal to B. FAT² is the dimension of energy. അല്ലാതെ ഇത് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മെനക്കേടോ ഡിറൈവ് ആൻ ഇക്വേഷൻ അത് വെച്ച് കണ്ടുപിടിക്കണം. മെനക്കേടാണ്. അതുകൊണ്ട് അതിന് പോകരുത്. ഇതാണ് ആൻസർ. Then question number 4. A physical quantity A is multiplication with velocity results in another quantity B. If the quantity B is energy, then the quantity A is
എയെ വെലോസിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി കിട്ടും. ആ ബി എന്ന് പറയുന്നത് എനർജി ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എ? ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ വെലോസിറ്റി. എനർജിയുടെ ഡയമെൻഷൻ എന്താണ്? ml² t⁻² ഡിവൈഡഡ് ബൈ L t⁻⁻1. ദാറ്റ് ഈസ് ഈക്വൽ ടു ml⁻⁻1. ml⁻⁻1 മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റം. Therefore ആൻസർ ഈസ് ബി. മൊമെന്റം ആണ് അതിന്റെ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5th ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റുഡന്റ് എ ആൻഡ് സ്റ്റുഡന്റ് ബി used two screw gauges of equal pitch and 100 equal circular divisions to measure the radius of a given wire. The actual value of the radius of the wire is 0.322 centimeter. The absolute value of the difference between the final circular scale reading observed by the student A and B is. ഇവിടെ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഇല്ല. നമുക്കിവിടെ ഫിഗറിനകത്ത് തന്നിരിക്കുന്ന നോക്കുക. ശരിക്കും 0 ആണ് കോയിൻസൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ 5 ഡിവിഷൻ മുകളിലേക്ക് കയറി നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഇവിടത്തെ എറർ എന്ന് പറയുന്നത് +5 ആണ്, കറക്ഷൻ എന്ന് പറയുന്നത് -5 ആണ്. തിയറി പാർട്ടിൽ ഓർത്തോണം. 0 താഴെ നിൽക്കുകയാണെങ്കിൽ 0 താഴെ, ഇത് തിരിച്ചിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ 0 താഴെയാണ്. 0 താഴെ നിൽക്കുകയാണെങ്കിൽ ഇത് ഇവിടെ 0 മുകളിൽ നിൽക്കുകയാണ്. 90 100 ഇവിടെയാണ് വരിക, 0 ഇവിടെയാണ് വരിക. 0 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എറർ എന്ന് പറയുന്നത് എത്ര ഡിവിഷൻ മുകളിലാണ്? ഇത് നിൽക്കുന്നത് 92-ലാണ്. അപ്പോൾ 8 ഡിവിഷൻസ് മുകളിൽ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് എറർ ഈസ് -8. അപ്പോൾ കറക്ഷൻ എന്ന് പറയുന്നത് +8 അപ്പൊ ഇവന്റെ റീഡിങ്ങിൽ -5ന്റെ കറക്ഷനും ഇവന്റെ റീഡിങ്ങിനകത്ത് +8ന്റെ കറക്ഷനും ഉണ്ടെങ്കിൽ ടോട്ടൽ ഡിഫറൻസ് എത്രയായിരിക്കണം? ഒരുത്തന്റെ 0 കിട്ടേണ്ട സ്ഥാനത്ത് ഒരാൾ 8 കാണിക്കുന്നു, ഒരാൾ 5 കാണിക്കുന്നു. അതിന്റെ അർത്ഥം അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 30. Therefore ആൻസർ ഈസ് എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുക? ആൻസർ ഈസ് 30. ഇത് പിന്നെ ജെഇയുടെ ക്വസ്റ്റൻ ആണ്. അതിന്റെ ഇത് അവിടെ വന്ന് അതായത് JEE Main 2021 എല്ലാ ക്വസ്റ്റനും അത് ഞാൻ അങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതിന് ചോദിച്ച ക്വസ്റ്റൻ ആണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയിരിക്കുക. അപ്പൊ ഇത് ജൂലൈയിൽ ചോദിച്ച ഓൺലൈൻ. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റൻ ഏതായിരുന്നു? അതും കീമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതിന് മുമ്പത്തെ ചോദിച്ച 3 ക്വസ്റ്റ്യനും നീറ്റിന് ചോദിച്ചു. നീറ്റിന് 2021 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് നിങ്ങൾ നോക്കിക്കണം, ഏതിനൊക്കെ ചോദിച്ച ക്വസ്റ്റൻ ആണെന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പൊ ഇവിടെ ഒരു റീഡിങ് ഒരെണ്ണം 5 കുറവും 1 8 കൂടുതലും. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 13. Therefore ആൻസർ ഈസ് 13. ബാക്കി ഒരു റീഡിങ്ങിന്റെ ആവശ്യമില്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6th. The percentage error in the measurement of mass, length and time are. അപ്പോൾ മാസിനകത്തുണ്ടാകുന്ന പെർസെൻറ്റേജ് 1%, ലെങ്തിനകത്തുണ്ടാകുന്ന പെർസെൻറ്റേജ് 2%, ടൈമിനകത്തുണ്ടാകുന്ന പെർസെൻറ്റേജ് 3% ആണെങ്കിൽ maximum percentage in the measurement of the acceleration of the particle. Acceleration A is equal to distance by acceleration is equal to change in velocity by time. Change in velocity divided by time. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ യൂണിറ്റ് എഴുതുക m/s². അല്ലെങ്കിൽ ഡയമെൻഷൻ എഴുതുക ദാറ്റ് ഈസ് ഈക്വൽ ടു L(t⁻²). അപ്പൊ ഇവിടെ മാസുമായിട്ട് ഒരു ബന്ധവുമില്ല. Therefore percentage error in acceleration is equal to percentage error in length plus 2 into percentage error in t. That is it is equal to percentage error in length is equal to 2% plus 2 into 3. That is equal to 8% error. This is the answer. Therefore answer is A, 8%. ആണ് ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചത് കീമിന് 2020-21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മാസിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. The radius of a circular plate is 1.05 meter. Its area up to correct significant figure is. അപ്പൊ നമ്മൾ എടുക്കണം ഏരിയ A is equal to πr². പൈയുടെ വാല്യൂ 3.14 എന്ന് എടുക്കരുത്. കാരണം ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്തുള്ള കൊച്ചു കൊച്ചു ഡിജിറ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. 3.14 സംതിങ് ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 1.05 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനകത്ത് ഇവിടെ 3 ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്ക്വയർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 1.05 ഇൻറ്റു 1.05 മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ റിസൾട്ട് എഴുതുമ്പോൾ മാക്സിമം 3 മാക്സിമം വരേണ്ടുന്നത് മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഇവിടെ
രണ്ട് നമ്പറുകളാണുള്ളത്. ഇതിനകത്ത് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3ഉം 3ഉമാണ്. Therefore number of significant figure here it is equal to 3. Therefore റിസൾട്ടിനകത്തും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാവൂ? 3 സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാവൂ. പക്ഷെ ഇവിടെ നമ്മുടെ ആൻസറിന് ഒരു പ്രോബ്ലം ഉണ്ട്. ശരിക്കും ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.465 എന്നാണ് കിട്ടുക. ആൻസർ അതുകൊണ്ട് ശരിയെ പറയാം. ഇവിടെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഒരു റൂൾ ഉണ്ട്. എന്താണ് റൂള്? ഇവിടെ 5നെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലെ ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ ദാറ്റ് റിമെയിൻസ് ദ സെയിം എന്നാണ് കണ്ടീഷൻ. അപ്പോൾ ആക്ച്വലി ആൻസർ എന്താണ് വരേണ്ടത്? 3.46 എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 3.46 ഇല്ല, കൊടുത്തിരിക്കുന്നത് 3.47 ആണ്. അവർ 5നെ അപ്രോക്സിമേറ്റ് ചെയ്ത് 7 ആക്കി എടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. 3 സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാവൂ. അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. Therefore ആൻസർ ഈസ് 3.47 എഴുതിക്കോളൂ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. അസർഷൻ എന്ത് പറഞ്ഞിരിക്കുന്നു? If in 5 complete rotation of the circular scale, the distance traveled on main scale of the screw gauge is 5 millimeter. There are 50 total divisions on circular scale. Then least count is 0.001. അപ്പൊ നമ്മൾ നോക്കണം ലീസ്റ്റ് കൗണ്ടിനുള്ള ഇക്വേഷൻ എന്താണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിവിഷൻസ് ഇൻ ഹെഡ് സ്കെയിൽ. പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻ. ഇവിടെ ഡിസ്റ്റൻസ് മൂവ് എത്രയാണ്? 5 റൊട്ടേഷൻ നടത്തിയപ്പോൾ 5 millimeter മൂവ് ചെയ്തു. Therefore പിച്ച് എന്ന് പറയുന്ന സാധനം ഡിസ്റ്റൻസ് മൂവ്ഡ് 5 millimeter divided by number of rotation 5, that is equal to 1 millimeter. Therefore this is equal to 1 millimeter divided by total number of divisions in the head scale. എത്രയാ പറഞ്ഞിരിക്കുന്നത്? 50 ഉള്ളൂ. That is 1 millimeter divided by 50. ഇത് ഒരു കാരണവശാലും 0.001 വരത്തില്ല. 0.001 ഒരു കാരണവശാലും ഇത് വരില്ല. കാരണം 1/5 0.2 വരത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 millimeter divided by 100 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 millimeter അല്ലേ? അവിടെ 0.02 millimeter ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.002 centimeter. ഇതാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ തെറ്റാണ്. ഇനി റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ബൈ ടോട്ടൽ ഡിവിഷൻസ് ഇൻ ദ സർക്കുലാർ സ്കെയിൽ. ശരിയാണ്. അപ്പൊ ഇവിടെ അസർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. A is not correct and R is correct. Therefore answer is B. Okay. Okay. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്ന മനസ്സിലാക്കി വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. The force is given in terms of time and displacement x by the equation F. Force F is equal to A cos bx plus C sin dt. അന്നേരം നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ A cos bx പ്ലസ് C sin dt. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് AD ഡിവൈഡഡ് ബൈ B ആണ്. അപ്പൊ A എന്താണെന്ന് അറിയണം, D എന്താണെന്ന് അറിയണം, B എന്താണെന്ന് അറിയണം. നോക്കാം നമുക്ക്. ഇവിടെ A എന്ന് പറയുന്നതും C എന്ന് പറയുന്നതും ഫോഴ്സുകളാണ്. കാരണം F ഈസ് ഈക്വൽ ടു A cos bx. ഈ cos bxന് നോ യൂണിറ്റ്, sin dt-ക്കും നോ യൂണിറ്റ്. അപ്പോൾ ഇവർക്ക് രണ്ടു, കാരണം കോസിന്റെ വാല്യൂ 1/2 1 അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ കോസ് ബി എക്സിന് യൂണിറ്റ് ഇല്ല, സൈൻ ഡി എക്സിനും ഡി ടിക്കും യൂണിറ്റ് ഇല്ല. Therefore എയുടെ യൂണിറ്റ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. A ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആണ്. എയും സിയും ഫോഴ്സ് ആണ്. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ആണ്. ഡിയുടെയും ബിയുടെയും ബി എക്സിന് നോ യൂണിറ്റ്. കാരണം സൈനിനകത്ത് വരുന്ന ഒരു ആംഗിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ സൈനിനകത്ത് വരുന്ന ആംഗിൾ ആണ്. അതിന് യൂണിറ്റ് ഇല്ല, നോ ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, റേഡിയൻ ആണ്. അപ്പോൾ എക്സിന്റെ ഡയമെൻഷൻ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? ബി ഈസ് ഈക്വൽ ടു നോ 1/x. എക്സ് എന്താണെന്ന് പറയുന്നു ഇവിടെ? എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. Therefore it is equal to L raised to -1. ഇനി അതുപോലെ തന്നെ ഡി ടിക്ക് നോ ഡയമെൻഷൻ, അതും ആംഗിൾ ആണ്. Therefore ഡിയുടെ ഡയമെൻഷൻ 1/t, that is equal to T raised to -1. Therefore AD by ബിയുടെ ഡയമെൻഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. എ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ML T raised to -2 into
ഡിയുടെ ഡയമെൻഷൻ ടി റൈസ് ടു മൈനസ് 1 ബൈ ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ റൈസ് ടു മൈനസ് 1. Therefore ആൻസർ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3. ml square t raised to minus 3. That is ml square t raised to minus 3. That is answer is A. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. A physical quantity is represented by the formula y is equal to m square r raised to minus 4 g raised to xi l raised to minus 3 by 2. If the percentage is found in വൈക്കകത്ത് എം ആർ എൽ ജി ഇവരുടെ ഇത്രയും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. വൈയുടേത് 18 ആണ്, എമ്മിൻ്റെത് 1 ആണ്, ആറിൻ്റെത് 0.5 ആണ്, ഇയാളുടേത് 4 ആണ്, ജിയുടേത് പി ആണ്. തന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ y is equal to എന്താണ്? y is equal to m square r raised to minus 4 g raised to x l raised to minus 3 by 2. Therefore നമുക്ക് എഴുതാം percentage r in r is equal to 2 into percentage r in m plus 4 നെഗറ്റീവ് എടുക്കരുത് 4 into percentage r in r plus x into percentage r in g plus 3 by 2 into percentage r in length. ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയുടെ പെർസെൻറ്റേജ് റേറ്റ് 18 ആണ്. 18 is equal to 2 into percentage in mass 1 plus 4 into percentage in r is equal to 0.5 that is equal to 1 by 2 plus x into percentage in g is equal to p x into p plus 3 by 2 into percentage in length is equal to 4. Therefore 18 is equal to 2 plus xp plus 6. Therefore xp is equal to 18 minus 10. 18 minus 10 that is equal to 8. xp യുടെ വാല്യൂ 8 ആണ്. ഇനി x എത്ര പി എത്ര എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 8 കിട്ടുന്നത് ഏത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടത്തില്ല. ഇത് രണ്ടും കൂടെ കിട്ടില്ല, അതും കിട്ടില്ല. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 16 divided by 3 into 3 divided by 2 that is equal to 8 ആണ്. Therefore the option is only C. Option is only C. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. Time t, velocity c and angular momentum h are chosen as fundamental quantities instead of mass, length and time. In terms of these, the dimension of mass would be. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ്. ടൈമിൻ്റെത് ടി ആണ്, വെലോസിറ്റിയുടെ സി എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് 1 ആണ്. ആംഗുലാർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1. പഠിച്ചു വയ്ക്കണം ഇതൊക്കെ. ഇതിൻ്റെ പഠിച്ചു വയ്ക്കണം. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1 ആണ് ആംഗുലാർ മൊമെന്റം. ലീനിയർ മൊമെന്റം ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു വീണ്ടും ഡിസ്റ്റൻസ്. അപ്പൊ ഇത്രയും ഇത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി ഇവരെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മാസ് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് നമുക്ക്. അപ്പോൾ നമുക്ക് മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കാം. മാസ് എന്തായാലും വേണം. ഇതിനെ കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എൽ ബൈ സി സ്ക്വയർ നമുക്ക് എൽ സ്ക്വയറിനെ കളയാൻ വേണ്ടി ഞാൻ എൽ ബൈ സി സ്ക്വയർ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ആംഗുലാർ മൊമെന്റത്തിന് എച്ച് എന്നാണ് എടുത്തിരിക്കുന്നത്. ആംഗുലാർ മൊമെന്റത്തിന് എച്ച് എന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ എച്ച് ബൈ സി ക്വസ്റ്റിനകത്ത് എച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എച്ച് ബൈ സി സ്ക്വയർ. അപ്പോൾ എച്ച് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എം ടി എന്ന് കിട്ടും. പക്ഷെ നമുക്കിനി ആരെ കൂടെ കളയണം? ടിയെ കൂടെ കളയണം. ടിയെ കളയാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഡിനോമിനേറ്റർ ടി കൂടെ ദാറ്റ് ഈസ് എച്ച് ബൈ സി സ്ക്വയർ ബൈ ടി that is equal to mt divided by t that is equal to m. Therefore mass is equal to h divided by c square t or t is equal to h c raised to minus 2 t raised to minus 1. This is the dimension of mass in terms of hct. നോക്കൂ ആൻസർ എവിടെ കിടക്കുന്നു? t raised to minus 1 c raised to minus 2 h. Therefore answer is A. This is the answer. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കുക. ഇതിനകത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സാധനമാണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ആദ്യമേ കപ്പാസിറ്റൻസ് സിന്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡ് ബൈ വി എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജിന്റെ ഡയമെൻഷൻ IT. Therefore it is equal to I square t square divided by W ml square t raised to minus 2.
ഇതെല്ലാം മുകളിൽ പോകുമ്പോൾ m raised to -1, l raised to -2, t raised to 4 and I raised to 2. This is the dimension of C. അത് അവിടെ ഓപ്ഷനകത്ത് എവിടെ കിടക്കുന്നു നോക്കൂ. m raised to -1, l raised to -2, t raised to 4, a square. Therefore കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ ഇതാണ് 3. ഇനി അടുത്ത ആരാണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ 0. എപ്സിലോൺ 0യുടെ ഇതാണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും എപ്സിലോൺ 0 വരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് സാധാരണ കേസിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പൊ നമുക്ക് എപ്സിലോൺ 0 വരുന്ന നമുക്ക് ഇങ്ങനെ എടുക്കുന്നു. എഫ് ഈസ് ഈക്വൽ 1/4π എപ്സിലോൺ 0യുടെ ഇക്വേഷൻ എടുക്കുമ്പോൾ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 1/4π f q² ഡിവൈഡഡ് ബൈ r². ഓർമ്മയുണ്ടാകുമല്ലോ. എഫ് ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 q² ഡിവൈഡഡ് ബൈ r². ഇതിന്റെ എടുക്കുന്ന സമയത്ത് q² എന്ന് പറയുമ്പോൾ I² t² ഡിവൈഡഡ് ബൈ ഫോഴ്സിൻ്റെത് ml t raised to -2 ഇൻറ്റു r²ൻ്റെത് l². Therefore ഇതിന്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ m മുകളിൽ പോകും. ദാറ്റ് ഈസ് l² ഇതും കൂടെ l³ ആയി. ഇത് മേളിൽ പോകുമ്പോൾ m raised to -1, l raised to 3, t raised to 4, I². This is the dimension. m raised to -1, l³ അല്ലെ l raised to -3 മേളിൽ പോകുമ്പോൾ l raised. അപ്പൊ m raised to -1, l raised to -3, t raised to 4, I². ഐക്ക് വരെ a ആണ് എടുത്തിരിക്കുക. Therefore ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഈ സെക്കൻഡ്. ഇനി പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഞാൻ അത് എഴുതുന്നില്ല. അത് കാരണം നമുക്ക് സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് E എടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് E is equal to V divided by Q. സോറി V by D. V എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ml t raised to -2 divided by IT. That is it is equal to ml t raised to -3 I raised to -1. m raised to 1, l raised to 1, t raised to -3, I raised to -1 ആണല്ലോ വരേണ്ടത്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് IT. ഇതെന്തായാലും ഞാൻ എഴുതിയതിനകത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. I raised to -1 ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയമെൻഷൻ ഇതാണ്. അപ്പോൾ പിന്നെ പെർമിയബിലിറ്റിയുടെ ഡയമെൻഷൻ ഇതായിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങ് നോക്കുക. അപ്പോൾ ഇവിടെ വരേണ്ടുന്നത് 1ന്റെ ആൻസർ 3, 1ന്റെ ആൻസർ 3, സെക്കൻഡിന്റെ ആൻസർ സെക്കൻഡ് തന്നെ. അപ്പൊ അതേത് വരും? 1ന്റെ ആൻസർ 3, സെക്കൻഡ് ആൻസർ സെക്കൻഡ്, തേർഡിന്റെ ആൻസർ ഫോർത്ത്, ഫോർത്തിന്റെ ആൻസർ ഫസ്റ്റ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ഈസ് ബി. ഓപ്ഷൻ ബി ആണ്. നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ നിങ്ങൾ നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t raised to -2 ഡിവൈഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ IT. Therefore it is equal to ml t raised to -3 I raised to -1 ആണ്. ഇവിടെ I raised to -2 ആണ് കിടന്നത്. തെറ്റാണ്. I raised to -1. അപ്പോൾ ഓപ്ഷൻ ഈസ് ബി. അടുത്ത അപ്പൊ ഇത് ശരിക്കും ഒരു ക്വസ്റ്റൻ ആയിട്ട് ചിന്തിക്കരുത്. 4 ക്വസ്റ്റൻ ആയിട്ട് ചിന്തിക്കണം. കാരണം വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് കപ്പാസിറ്റൻസ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ പിന്നെ ജെയ്ക്ക് ചോദിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവും. ശ്രദ്ധിച്ചു കൊടുക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. എന്താണ് അവിടെ? ഞാൻ ഇവിടെ ഒരു ടേം വിട്ടുപോയിരുന്നു. അത് നോക്കുക നിങ്ങൾ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? The resistance R is equal to V by I, where V is equal to 50 plus or minus 2 and I is equal to 20 plus or minus 0.2 ampere. The percentage in R. അപ്പോൾ എഴുതേണ്ടതല്ല. R is equal to V by I എന്ന് തന്നിട്ടുണ്ട്. Therefore percentage in R is equal to percentage in V plus percentage in I. Percentage in V കണ്ടുപിടിക്കാം. That is it is equal to 2 divided by 50 into 100 plus percentage in I. That is it is equal to 0.2 divided by 20 into 100. That is it is equal to 4 plus ഇവിടെ എത്ര വരും? 20 by 20. That is equal to 1. Therefore it is equal to 5%. Therefore answer is 5%. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14th ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. 1 minute. ശരി, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞല്ലോ.
വെർനിയർ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഹാസ് എ പോസിറ്റീവ് സീറോ എറർ. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വെർനിയറിന് നോർമലി എറർ വരാറില്ല, എററും കറക്ഷനും വരാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എറർ പറഞ്ഞിട്ടുണ്ട്. എറർ പോസിറ്റീവ് ആണെങ്കിൽ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് സീറോ എറർ. പോസിറ്റീവ് സീറോ എറർ മീൻസ് എറർ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, 0.2 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2 ഡിവിഷന്റെ എറർ ഉണ്ടെന്നാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ട് +2 ഡിവിഷൻസ് ആണ്. അപ്പോൾ അവിടെ കറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കറക്ഷൻ ഈസ് ഈക്വൽ ടു -2. നമ്മൾ സാധാരണ റീഡിംഗ് എഴുതുന്നത് എങ്ങനെയാണ്? റീഡിംഗ് ഈസ് ഈക്വൽ ടു MSR പ്ലസ് കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റഡ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. സാധാരണ കേസിൽ MSR പ്ലസ് VSR ലീസ്റ്റ് കൗണ്ട് കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതുകൂടി വേണം. അപ്പൊ ഇവിടെ MSR പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 0 നിൽക്കുന്നത് 8.5-നും 8.6-നും ഇടയിലാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 റീഡിങ്ങുകൾക്കിടയിൽ 0 വരികയാണെങ്കിൽ ചെറിയ റീഡിംഗ് വേണം എടുക്കാൻ. ഇവിടെ ചെറിയ റീഡിംഗ് 8.5. 8.5 പ്ലസ് VSR എന്ന് പറയുന്നത് എത്രയായിരുന്നു? വെർനിയറിൽ 6 ആണ്. 6 കറക്ഷൻ മൈനസ് ആണ്. 6 - 2 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം, അതായത് നമ്മൾ എറർ പറയുമ്പോൾ 0.2 മില്ലിമീറ്റർ എറർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. 2 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിവിഷൻ ലീസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എറർ. Therefore ഇവിടെ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കണം? ദാറ്റ് ഈസ് 0.2 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 millimeter, 0.1 millimeter, or it is equal to 0.01 centimeter. Centimeter ആയതുകൊണ്ട്. അപ്പോൾ here it is equal to 0.01. Therefore 8.5 plus 4 into 0.01, or it is equal to 8.5 plus 0.04, or it is equal to 8.54 centimeter. This is the answer. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 14 ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The radius of a sphere is measured to be 7.50 plus or minus 0.85 centimeter. Suppose the percentage error in its volume x, the value of x to the nearest x is. അപ്പോ സ്പിയറിന്റെ വോളിയം V is equal to 4/3 pi r cube ആണ്. 4/3 pi r cube. പറഞ്ഞെങ്കിൽ സപ്പോസ് ദ പെർസെന്റേജ് എറർ ഇൻ ഇറ്റ്സ് വോളിയം, വോളിയത്തിനകത്ത് ഉണ്ടാകുന്ന പെർസെന്റേജ് എറർ ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ റേഡിയസ്. 4ഉം 3ഉം പൈയും ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 0.85 ഡിവൈഡഡ് ബൈ 7.50 ഇൻറ്റു 100. 7.5 ഇൻറ്റു 100 എത്ര വരും? 15. അത് ചെയ്ത് കണ്ടുപിടിച്ചോണം. ഇത് കാൽക്കുലേഷൻ നടത്തി എത്രയാണോ കിട്ടുന്നത് അത്രയുമാണ് അതിന്റെ പെർസെന്റേജ് എറർ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 34 ആണ്. ആൻസർ 34 ആയിരിക്കും. ഞാൻ അതിന്റെ കാൽക്കുലേഷനകത്തേക്ക് കിടക്കുന്നില്ല. ചേഞ്ച് എ ബൈ ഒറിജിനൽ എ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എറർ. R ക്യൂബ് ആയതുകൊണ്ട് 3 ഇൻറ്റു പെർസെന്റേജ് എറർ. ഓക്കെ, അത് ചെയ്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ് a centimeter. And the nth division of the vernier scale coincides with the n-1th division of the main scale. ശ്രദ്ധിച്ചോണേ നന്നായിട്ട്. The least count of the caliper is, least count is equal to, ശ്രദ്ധിച്ചോളുക, value of 1 main scale division divided by total divisions in vernier. ഇവിടെ ഒരു ഡിവിഷന്റെ വാല്യൂ, വെർനിയറിലെ ഒരു വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ് കൊടുത്തിരിക്കുക? A ഡിവൈഡഡ് ബൈ n-1 ഡിവിഷനെ എത്ര ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു? n ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വെർനിയറിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണ്? n. Therefore answer is equal to a/n. സെന്റിമീറ്റർ ആണ് കിട്ടുക. a/n സെന്റിമീറ്റർ ആണ്. കാരണം എയുടെ വാല്യൂ, പക്ഷെ ചോദിച്ചിരിക്കുന്ന ആൻസർ എന്തിലാണ് ചോദിച്ചിരിക്കുക? മില്ലിമീറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിനെ മില്ലിമീറ്ററാക്കാൻ a/n into 10 millimeter. That is answer is equal to 10 a/n. Therefore answer is D. ഇതിനകത്ത് n-1 ഒക്കെ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദ വെർനിയർ, ദാറ്റ് ഈസ് a/n. അതാണ് ആൻസർ. പക്ഷെ അത് മില്ലിമീറ്റർ ചോദിച്ചിരിക്കുന്നതുകൊണ്ട്
സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇപ്പൊ നമ്മൾ 16 ചെയ്തു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. In order to determine the Young's modulus, ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാൽക്കുലേഷൻസ് നന്നായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പിന്നെ ജെയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അത് ചെയ്യേണ്ട മെത്തേഡ് മാത്രം ഞാൻ പറഞ്ഞുതരും. അതിനകത്ത് ബാക്കി നിങ്ങൾ ചെയ്തോണം. ഓക്കെ, അപ്പൊ ഇവിടെ in order to determine the Young's modulus of a wire, the radius 0.2 centimeter measured using a scale of least count is equal to 0.001 centimeter. അപ്പൊ നമ്മൾ ആദ്യമേ ചിന്തിക്കുക, തന്നിരിക്കുന്നതിനകത്ത് റേഡിയസിന്റെ ആൻസർ എങ്ങനെയാണ്? 0.2 പ്ലസ് ഓർ മൈനസ് 0.001 ഉണ്ടോ? അത് കഴിഞ്ഞ് എന്താണ്? ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. പക്ഷെ യൂസ് ചെയ്തിരിക്കുന്നതിന്റെ ഇത് 1 മില്ലിമീറ്റർ ആണ്. 1 മീറ്ററും മില്ലിമീറ്ററും ആണ്. 0.001 മീറ്റർ. മില്ലിമീറ്ററിന് മീറ്ററിൽ രണ്ടും ഒരേ യൂണിറ്റിലാക്കി എഴുതണം. ഇവിടെ രണ്ടുപേരും സെന്റിമീറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെ തന്നിരിക്കുന്ന മില്ലിമീറ്റർ. അപ്പൊ രണ്ടിനെയും ഞാൻ മാറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അടുത്തത് മൂന്നാമത്തത് എന്താണ്? മാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസിന്റെ 1 കിലോഗ്രാം ആണ്, അപ്പുറത്ത് 1 ഗ്രാം ആണ്. അതും 0.001 ആണ്. 1 ഗ്രാം ഈസ് ഈക്വൽ ടു 10⁻³ കിലോഗ്രാം. അപ്പൊ മാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? വാസ് ഹാങ് ടു ഗെറ്റ് ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ. ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് ഓർ മൈനസ് 0.5 പ്ലസ് ഓർ മൈനസ് ലീസ്റ്റ് കൗണ്ട്. അതും സെന്റിമീറ്റർ ആണ്. 0.001 സെന്റിമീറ്റർ. ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഫ്രാക്ഷണൽ എറർ ഇൻ ദ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് യങ്സ് മോഡുലസിനുള്ള ഇക്വേഷൻ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ്.എൽ. എഫിന്റെ സ്ഥാനത്ത് ഇവിടെ മാസ് ആണ്, mg ആണ്. ഒരു സ്ട്രിങ്ങിന്റെ എൻഡിൽ വെയിറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫോഴ്സിന്റെ സ്ഥാനത്ത് mg ആണ് വരിക. ദാറ്റ് ഈസ് mgl ഡിവൈഡഡ് ബൈ പൈ r സ്ക്വയർഡ് ഡെൽറ്റ എൽ. Therefore, percentage error in Young's modulus is equal to percentage error in mass plus percentage error in length plus 2 into percentage error in radius plus percentage error in delta L. ഓർത്തോണേ, m l r സ്ക്വയർ ഡെൽറ്റ എൽ. ഇനി പെർസെന്റേജ് എറർ ഇൻ മാസ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് മാസിന്റെ ഇതാണ് 0.001 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100 പ്ലസ് ലെങ്തിൻ്റെത് 0.001 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100. മാസ് 1 കിലോഗ്രാം അല്ലേ? യെസ്, മാസ് 1 കിലോഗ്രാം ആണ്, 1 ഗ്രാം. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.001 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ എല്ലിൻ്റെത് എത്രയാണ്? 0.001 ബൈ 0.5 ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ ആൻസർ. ഇത് ചെയ്യുമ്പോൾ ഇത് 0.1 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1% പ്ലസ് ഇവിടെയും 0.1% പ്ലസ് ഇവിടെ വരുമ്പോൾ 1% പ്ലസ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോണം. 1% പ്ലസ് ഇവിടെ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ബൈ 0.5 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2%. Therefore, total is equal to 1.4%. Answer അതാണല്ലോ. Yes, that is it is equal to 1.4%. This is the answer. ചെയ്തു നോക്കുക, കണ്ടുപിടിച്ചോണം. Question number 18 നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 18. In the experiment of Ohm's law, the potential difference V is equal to 5 volt is applied across the ends of a conductor of length 10.0 centimeter and diameter 5.00 millimeter. The measured current in the conductor is 2.00 ampere. The maximum permissible pressure in the measurement of resistivity of the conductor is. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L. പക്ഷെ R നമുക്ക് തന്നിട്ടില്ല, പകരം വോൾട്ടേജും കറണ്ടും തന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു V ബൈ I ഇൻറ്റു എക്ക് പകരം പൈ R സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ L. Therefore, നമുക്ക് എന്തിന്റെ പെർസെന്റ് ആണ്? റെസിസ്റ്റിവിറ്റിയിലാണ്. Percentage error in resistivity rho is equal to percentage error in V plus 2 into percentage error in R plus percentage error in I plus percentage error in length. ഇതൊക്കെ എഴുതുമ്പോൾ ഞാൻ സ്പീഡിൽ എഴുതി പോവുകയാണ്. നിങ്ങൾ പഴയ തിയറി പാർട്ടുകളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയാലേ ഇത് പിടികിട്ടുള്ളൂ, അത് ചുമ്മാ പിടിയിട്ടില്ല.
അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? പെർസെൻറ്റേജ് എറർ ഇൻ ബി ഈസ് ഈക്വൽ ടു നോക്കുക 5.0. അവിടെ പോയിന്റ് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. സിഗ്നിഫിക്കന്റ് ഫിഗർ ഒരു ഡിജിറ്റ് ഉണ്ട്. പ്ലസ് ശ്രദ്ധിച്ചോണം 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ആർ റേഡിയസ് ഇവിടെ കണ്ടോ. അപ്പോൾ 0.01 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. ഡെസിമൽ പോയിന്റ് എത്ര വരുന്നോ അതാണ് എറർ ആയിട്ട് വരിക. 0.01 ബൈ 5 ഇൻറ്റു 100. 0.01 ബൈ 5 അല്ലേ? ലെങ്ത് അല്ലല്ലോ നമുക്ക് വേണ്ടുന്നത്, റേഡിയസ് അല്ലേ? ഡയമീറ്റർ. ശരി, അങ്ങനെ ഞാൻ ഒന്നുകൂടെ മാറ്റുന്നത്. ഡയമീറ്റർ മാറ്റുമ്പോൾ തെറ്റിപ്പോരുത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഐ ഇൻറ്റു പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. റേഡിയസ് ഞാൻ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എൽ എന്നാക്കി. അപ്പോൾ നമുക്ക് പറയാം പെർസെൻറ്റേജ് എറർ ഇൻ റോ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ ബി പ്ലസ് പെർസെൻറ്റേജ് എറർ 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ഡി പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ഐ പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത്. ഇനി നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ആദ്യമേ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികളൊന്ന് എഴുതാൻ ശ്രമിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 0.1 എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് ഓർ മൈനസ് 0.1 എന്നാണ് അതിന്റെ അർത്ഥം. ഡെസിമൽ പോയിന്റ് ആണ് എറർ ആയിട്ട് വരിക. അടുത്തത് ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 0.01 എന്നാണ്. കറണ്ടിന്റെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 0.01. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ ബി 0.1 ബൈ 5 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡി. ഡിയുടെ എത്രയാണ്? 0.01 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100 പ്ലസ് ഐയുടെ എത്രയാണ്? 0.01 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 100 പ്ലസ് പിന്നെ ആരാണുള്ളത്? ലെങ്ത് എൽ. എല്ലിന്റെ എത്രയാണ്? 0.1 ഡിവൈഡ് ബൈ 0.1 ബൈ 10 ഇൻറ്റു 100. Here it is equal to 10 by 5, that is 2% plus ഇത് രണ്ടും കൂടെ 2 by 5. 2 by 5 എന്ന് പറയുന്നത് എത്രയാണ്? 0.4 പ്ലസ് ഇവിടെയാണെങ്കിൽ 1 by 2, that is equal to 0.5 പ്ലസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ 10 by 10, that is 1. Therefore, it is equal to 3.9% എന്ന് കിട്ടും. That is answer. Answer നോക്കുക. Yes, 3.9%. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ വരുന്ന പോയിന്റ് കഴിഞ്ഞ് വരുന്നതാണ്. അതിന് 0.00 എന്ന് കിടന്നാൽ 0.01 എന്ന് പറയുന്നതാണ് എറർ എന്ന് എടുക്കണം. ലീസ്റ്റ് കൗണ്ട് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 19. The time period of a simple pendulum is given by t is equal to 2 pi root of L by G. The measured value of the length of the pendulum. എടുക്കുക. Length of the pendulum L is equal to 10 centimeter to known an accuracy of 1 millimeter. അതായത് 10 പ്ലസ് ഓർ മൈനസ് 0.1 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ മറ്റേത് മില്ലിമീറ്ററിൽ വിടരുത്. 2 സെന്റിമീറ്റർ ആക്കുക, അല്ലെങ്കിൽ 2 മില്ലിമീറ്റർ ആക്കുക. അപ്പോൾ എല്ല് കഴിഞ്ഞു. ദ ടൈം ഫോർ 200 ഓസിലേഷൻസ്. അപ്പോൾ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്? ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 100 ആണ്. 100 സെക്കൻഡ്സ്. ടോട്ടൽ ടൈമിലുള്ള എറർ എത്രയാണ്? 1. അപ്പോൾ 100 പ്ലസ് ഓർ മൈനസ് 1. ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി. അപ്പോൾ എന്തെഴുതണം? ടൈം പീരീഡ് t is equal to 2 pi in the root of L divided by G. That is it is equal to t square is equal to 4 pi squared L by G, or G is equal to 4 pi squared L divided by t square. Percentage error in G is equal to percentage error in length plus 2 into percentage error in T. ലെങ്തിനകത്തുള്ള പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ബൈ 10 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഇവിടെ ശരിക്കും വരേണ്ടത് ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ടി ആണ്. നിർബന്ധമില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ ടോട്ടൽ ടൈമിന്റെ എറർ കണ്ടുപിടിച്ച് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതും ഡെൽറ്റ ടി ബൈ ടി ഒന്ന് തന്നെയായിരിക്കും. Therefore, it is equal to 1 by 100 into 100. Or answer is equal to 1 plus 2, that is equal to 3%. That is answer is D, that is 3%. ഇവിടെ നമുക്ക് വരേണ്ട ഡെൽറ്റ ടി ബൈ ടി ആണ്. ഡെൽറ്റ ടി ബൈ ടി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടിയിൽ ഉണ്ടാകുന്ന ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് ടോട്ടൽ ടൈമിനകത്തുണ്ടാകുന്ന എറർ. അത് അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് അവിടെ എഴുതുമ്പോൾ ഇത് എഴുതി അങ്ങ് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20.
The pitch of the screw gauge is 1 millimeter. Pitch 1 millimeter. And there are 100 divisions in the circular scale. Therefore, least count is equal to 1 millimeter divided by 100. That is, it is equal to 0.01 millimeter. This is the least count. Nothing is put in between the jaws. The zero of the circular scale lies 8 divisions below the reference line. Zero reference line lekkanum 8 division താഴെയാണ്. അതിന്റെ അർത്ഥം എറർ എന്ന് പറയുന്നത് +8 ആണ്. ശ്രദ്ധിച്ചോണേ, എറർ ഈസ് ഈക്വൽ ടു +8, കറക്ഷൻ ഈസ് ഈക്വൽ ടു -8. സീറോ സർക്കുലാർ സ്കെയിലിലെ സീറോ റെഫറൻസ് ലൈനിന് താഴെയാണ്. ഇനി എന്ത് പറയുന്നു? when a wire is placed between the jaws, first linear scale division is clearly visible. ഫസ്റ്റ് ലൈൻ വിസിബിൾ ആണ്. ഇങ്ങനെ ഇരിക്കുന്നത് ഇത് വിസിബിൾ ആണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നമുക്ക് വിസിബിൾ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ലീനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ്. അപ്പൊ സീറോ കഴിഞ്ഞുള്ള ഫസ്റ്റ് ലൈൻ നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ PSR എന്ന് പറയുന്നത് 1 ആണ്. എത്രാമത്തെ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്നു? കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് 72nd. അപ്പൊ HSR സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്, ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ കറക്റ്റഡ് HSR എത്രയായിരിക്കും? കറക്റ്റഡ് HSR ഈസ് ഈക്വൽ ടു 72 കറക്ഷൻ -8. ദാറ്റ് ഈസ് ഈക്വൽ ടു 64. 64/72. ഇനി റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റീഡിംഗ് ഈസ് ഈക്വൽ ടു, റീഡിംഗ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് ഇവിടെ കിട്ടുക. ഡയമീറ്റർ D ഈസ് ഈക്വൽ ടു MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ദാറ്റ് ഈസ് MSR ഈസ് ഈക്വൽ ടു 1 പ്ലസ് VSR ഈസ് ഈക്വൽ ടു എത്രയാണ്? MSR അല്ല, എഴുതി തെറ്റിപ്പോയി. PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. PSR എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 പ്ലസ് കറക്റ്റഡ് HSR എത്രയാണ്? 64 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01. Therefore, answer is equal to 1.64 millimeter. This is the diameter. പക്ഷെ ചോദിച്ചിരിക്കുന്ന ഡയമീറ്റർ അല്ല, റേഡിയസ് ആണ്. Therefore, radius R is equal to 1.64 divided by 2. That is equal to 0.82 millimeter. This is the answer. Therefore, answer is D. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21. The period of oscillation of a simple pendulum, നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, is T is equal to 2 √L/G. The measured value of L is equal to 1 meter with a minimum division of 1 millimeter. അപ്പോൾ അവിടെ നമുക്ക് ലെങ്ത് L is equal to 1 meter. 1 meter divided 1 meter പ്ലസ് ഓർ മൈനസ് 1 millimeter. 2 millimeter എഴുതുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.001 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് ആ 1 മീറ്ററിന് നമ്മൾ എന്തായിട്ട് ഇത് 100 സെന്റിമീറ്റർ എഴുതാം. 100 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ. ഈ 1 millimeterനെയും സെന്റിമീറ്ററിലേക്ക് മാറ്റി. ലെങ്ത് രണ്ടും ഒരേ യൂണിറ്റ് വരണം. ഇതും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഇത് മീറ്ററും ഇത് സെന്റിമീറ്ററും പറയാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്ത് പറയുന്നത്? ടൈം ഓഫ് 1 complete oscillation is 1.9. ദാറ്റ് ഈസ് T is equal to 1.95 seconds. Measured from a stopwatch of R is equal to 0.01 second. ഇത് 2 സെക്കൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. The percentage in the measurement of determination of G. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു G is equal to 4 pi squared L/T square. Therefore, percentage error in G is equal to percentage error in length plus 2 into percentage error in T. That is equal to percentage error in length is equal to 0.1 divided by 100 into 100 plus 2 into percentage error in T. That is equal to 0.01 divided by 1.95 into 100. എത്ര വരുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഇതിനകത്ത്. ദിസ് ഈസ് ഈക്വൽ ടു 0.1% എന്ന് വരും. പ്ലസ് ഇത് എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1/1.95. 1/1.95 to നിയർലി ഏതാണ്ട് 1 point സംതിങ് വരണം. 1.13 ആയിരിക്കണം ആൻസർ. ഇതായിരിക്കണം ആൻസർ. ചെയ്ത് കണ്ടുപിടിച്ചോണം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഡി. 21st ക്വസ്റ്റ്യൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22 വായിച്ചു നോക്കുക. മാച്ച് ദ ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ്. അതിനകത്തും കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്,
കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ എഴുതാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h എന്ന് പറഞ്ഞ ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ml²t⁻⁻1. ഇത് എപ്പോഴും പഠിച്ചു വയ്ക്കേണ്ട സാധനമാണ്. രണ്ടാമത്തത് കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ml²t⁻². മൂന്നാമത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിയുടെ ഡയമെൻഷൻ പഠിച്ചു വയ്ക്കണം. V ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ് ആണ്. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ വെച്ച് കണ്ടുപിടിക്കുക. വർക്ക് ബൈ ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്കിന്റെ എന്ന് പറയുന്നത് ml²t⁻2 ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറയുന്നത് IT. therefore it is equal to ml²t⁻3 I⁻1. this is the dimension. and last one എന്താണ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം P എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഒരു L കളഞ്ഞാൽ മതി. ml²t⁻2. നോക്കുക ഓരോന്നായിട്ട് നോക്കുക. H ml²t⁻1 എവിടെ ഉണ്ട്? ml²t⁻1 ഇതാണ്. രണ്ടാമത്തത് കൈനറ്റിക് എനർജി ml²t⁻2 ഇതാണ്. മൂന്നാമത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ml²t⁻3 I⁻1 ഇതാണ്. ലാസ്റ്റ് വണ്ണിന്റെ ലീനിയർ മൊമെന്റം ദാറ്റ് ഈസ് ഈക്വൽ ml_t⁻, ഇവിടെയും തെറ്റാണ് എഴുതിയിരിക്കുന്നത്. ml_t⁻1 ആണ്, സോറി, ml_t⁻1. therefore answer is this. ഇത്രയും ഉള്ളൂ. ഇതിന്റെ ഒരു എല്ലിനെ ഞാൻ കളഞ്ഞാൽ മതി. ml_t⁻. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കി നിങ്ങൾ എഴുതുക. P സെക്കൻഡ് ആണ്, Q തേർഡ് ആണ്, R ഫോർത്ത് ആണ്, S ഫസ്റ്റ് ആണ്. therefore answer is A. this is the answer. next question number 23. if E is the electronic charge, C is the speed of light in free space and H is the Planck's constant, then the quantity 1/epsilon 0 E²/hc എന്തായിരിക്കും? അപ്പോൾ നമ്മൾ എഴുതുക 1/4πε0 ഇൻറ്റു E² ഡിവൈഡ് ബൈ R² എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ 1/4πε0 E² എന്ന് പറയുന്നത് FR² ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എഴുതി FR² ബൈ HC. HC എന്താണെന്ന് നോക്കുക. എനർജി E is equal to H nu is equal to HC divided by lambda. therefore HC is equal to E into lambda. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ HCക്ക് പകരം നമുക്ക് എന്തെഴുതാം? എനർജി ഇൻറ്റു ലാംഡ. ഞാൻ വീണ്ടും ഇതിനെ മാറ്റുന്നു. FR² ഡിവൈഡഡ് ബൈ എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ലാംഡ. ഫോഴ്സ് ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഒരാറും ഒരു എഫും കൂടെ ക്യാൻസൽ ആയി. therefore it is equal to R by lambda. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് L. that is equal to 1. therefore ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m⁻0 L⁻0 T⁻0. that is it has no dimension. therefore answer is A. ഡയമെൻഷൻ ഇല്ല. മനസ്സിലാവുന്നുണ്ട്? then last question 24, ലാസ്റ്റ് ആയില്ല. 24th question. C and V represents capacity and voltage. then what is the dimension of lambda? lambda is equal to C divided by V. capacity C എന്ന് പറയുന്നത് capacity C is equal to Q divided by V. that is equal to Q divided by V into V square. V into V. that is equal to Q divided by V square. V square എന്ന് പറയുമ്പോൾ Q divided by work square divided by Q square. അത് മേളിൽ പോയി Q cube ആയി. that is equal to Q cube divided by W square. Q cube എന്ന് പറയുമ്പോൾ I square I cube T cube divided by ml² T⁻². അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ m square L⁻4 T⁻4. therefore answer is equal to m⁻1 L⁻4. ഇവിടെയാണ് T⁻7 and I⁻3. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കുക. m⁻2 m⁻2 L⁻4 I⁻3 T⁻7. that is answer is A. ഇത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയപ്പോൾ എവിടെയോ നേരത്തെ ചെറിയ തെറ്റ് സംഭവിച്ചു. then ലാസ്റ്റ് ക്വസ്റ്റ്യൻ അകത്തേക്ക് നോക്കുക. വർക്ക് ഡൺ W is equal to alpha beta square into E⁻⁻x² divided by alpha KT.
അതിന്റെ എന്ത് പറഞ്ഞിരിക്കുന്നു? വേർ കെ ഇസ് എ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആൻഡ് ടി ഇസ് എ ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. ആദ്യമേ ചിന്തിക്കുക, ഇ റൈസ് ടു എന്ന് പറയുന്ന ഈ സാധനത്തിന് നോ യൂണിറ്റ്, ഈയുടെ മുകളിൽ വരുന്ന പവറിനും നോ യൂണിറ്റ്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് പറയാം? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ കെ ടിക്ക് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ, നോ ഡയമെൻഷൻ. അപ്പൊ നമുക്ക് ആൽഫയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ആൽഫ ഈസിക്കൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ടി. ആൽഫ ഈസിക്കൽ എക്സ് സ്ക്വയർ, എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ അതിന്റെ എൽ സ്ക്വയർ. കെ ടി എന്ന് പറയുന്നത് എനർജിയാണ്. ഹാഫ് കെ ടി എന്ന് പറയുന്നത് എനർജിയുടെ ഡയമെൻഷൻ ആണ്. അത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എന്തായിട്ട് മാറി? എം റൈസ് ടു -1 ടി സ്ക്വയർ. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആൽഫ. ആൽഫയുടെ ഡയമെൻഷൻ ഇതാണ്. എൽ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. ഇനി നമ്മൾ പറയാം, ഇതിന്റെ ഡയമെൻഷൻ ഇല്ല എങ്കിൽ വർക്കിന്റെ ഡയമെൻഷനും ആൽഫ ബീറ്റ സ്ക്വയറിന്റെ ഡയമെൻഷനും വർക്കിന്റെ ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വർക്ക് ബൈ ആൽഫ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ എം റൈസ് ടു -1 ടി റൈസ് ടു 2. Therefore answer is equal to m square l square t raised to -4. അത് ബീറ്റ സ്ക്വയർ ആണ്. Therefore ബീറ്റ എന്തായിരിക്കണം? ബീറ്റ ഈസ് ഈക്വൽ ടു ml t raised to -2. Therefore ബീറ്റയുടെ ആൻസർ എന്താണ്? ml t raised to -2. That is answer is A. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി നമ്മുടെ 2021 ചോദിച്ച കീം, നീറ്റ്, നമ്മുടെ ജെഇ, ഇതിന്റെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഇതോടുകൂടി കംപ്ലീറ്റ് തീരുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇത് റിവിഷൻ നടത്തി നിങ്ങൾ ഇത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.